ആദ്യമായിട്ടൊരു വലിയ താങ്ക്സ്. വലിയൊരു സംരംഭമാണ് നടത്തുന്നത്. ദിവസം 3 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടത് വളരെ അതിശയമായിരിക്കുന്നു. എൻ്റെ പ്രധാനമായിട്ടുള്ള ചോദ്യം വാട്സാപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന സംവാദങ്ങളെ പറ്റിയാണ്. ഞാൻ 5 വർഷം ഒരുമിച്ച് പഠിച്ച സഹപാഠികളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. ഞങ്ങളൊരു 3-4 പേര് ഒരു സൈഡിലും ഒരു 3-4 പേര് മറ്റേ സൈഡിൽ നിന്നുള്ള ദിവസമുള്ള അടിയാണ്. ഭാഗ്യത്തിന് ഞങ്ങൾ 5 വർഷം ഒരുമിച്ച് പഠിച്ചതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചാലും ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ക്ഷമിക്കും. അതുകൊണ്ട് ആരും അതിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ എല്ലാ ദിവസവും ദ്വന്ദ്വയുദ്ധമാണ്. എനിക്ക് വളരെ അതിശയമായിട്ട് തോന്നിയ ഒരു കാര്യം, ഈ ഫേക്ക് ന്യൂസ് ഞങ്ങൾ പൊളിച്ചടുക്കി കാണിച്ചാലും അതിന് ഒരു ഇഫക്റ്റ് കാണുന്നില്ല. ട്രിവിയലൈസ് ചെയ്യുന്ന രീതിയിലാണ് മറ്റേ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആൾക്കാരിൽ വന്നത് എനിക്ക് ഭയങ്കര ഒരു അതിശയമായിട്ട് തോന്നുന്നു. അതിനെന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ തലങ്ങളുണ്ടോ? കാരണം അൽഗോരിതം നമ്മളെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു കണ്ടൻറ്റ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അത് കാണിക്കുന്നത് ഈ അൽഗോരിതം എന്ന് പറയുന്നൊരു സംഭവം ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇതുപോലുള്ള മെറ്റ പോലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതോ അതൊരു ഇന്ത്യയിലെത്തുമ്പോൾ അതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു കാര്യമാണോ? കാരണം നമ്മളിപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിനെതിരെയുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റീച്ച് കുറയ്ക്കുക, ഇപ്പോൾ ജോൺ ബ്രിട്ടാസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു, അത് ബോധപൂർവം അങ്ങനെ ഈ ഒരു ടെക്നിക്കൽ സൈഡ് അവർ ഉപയോഗിക്കുന്നതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം നിങ്ങൾ എത്ര വേണോ ഓടിക്കുക, പക്ഷേ നിങ്ങളുടെ കാലിൽ ഞാനൊരു കയറ് കെട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു സംഭവമാണ് അതിനകത്ത് വരുന്നത്. അത് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ വലിയ കാര്യങ്ങൾ പറയും, നമ്മളിപ്പോൾ ആഗോളതലത്തിൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മ അതിനകത്ത് അനുഭവപ്പെടുന്നു. ഒരു ഉത്തര കൊറിയ പോലെ ആയി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ചൈനയ്ക്കൊക്കെ അവരുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ മാത്രമേ, സർക്കാർ പ്ലാറ്റ്ഫോമിൽ മാത്രമേ അവർക്ക് കണ്ടന്റ് ചെയ്യാനൊക്കെ അനുവാദമുള്ളൂ. അതുപോലെ തന്നെ ഉത്തര കൊറിയയൊക്കെ സമാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് എത്രത്തോളം നമുക്കത് മറികടക്കാൻ പറ്റും? ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ വന്നപ്പോൾ, നമ്മൾ ഓർക്കൂട്ട് വന്നപ്പോൾ, ഫേസ്ബുക്ക് വന്നപ്പോൾ ഓർക്കൂട്ട് പോയി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമാണ് ഇനി ഭാവി തീരുമാനിക്കുന്നതെന്നുള്ളത്. ഫേസ്ബുക്കിൻ്റെ ഭാവി എത്രത്തോളമാണ്? കാരണം നമ്മളത് ചിന്തിക്കുമ്പോൾ ഞാനും 2011 ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയ ആളാണ്. പക്ഷെ അത്രത്തോളം റീച്ചൊന്നും പല പോസ്റ്റുകൾക്കും നമുക്കിപ്പോൾ കിട്ടാറില്ല. അത് മൊത്തത്തിലെടുത്ത് നോക്കിയാലും അങ്ങനൊരു പ്രശ്നമുണ്ട്. അത് ഫേസ്ബുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഭാവി, അതായത് ഫേസ്ബുക്കിനൊരു മരണം സംഭവിക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഞാൻ സൈക്കോളജിസ്റ്റ് അല്ല, എനിക്ക് മനഃശാസ്ത്രപരമായിട്ട് അതിന് ഉത്തരം പറയാൻ അറിയില്ല. പക്ഷേ കൺഫർമേഷൻ ബയാസ് എന്നൊരു സാധനമുണ്ട്. അതായത് നിങ്ങൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കയറുന്നത് സത്യം അറിയാനല്ല, അറിയാനും അറിയിക്കാനുമല്ല. നാരായണഗുരു പറഞ്ഞ പോലെ നിങ്ങളുടെ ധാരണകൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ധാരണകൾ ഉറപ്പിക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾക്കിഷ്ടം. അവരുടെ ചാനലും അവരുടെ വീഡിയോകളും നിങ്ങൾ വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അത്തരം ആൾക്കാരുടെ വീഡിയോ നിങ്ങൾക്ക് ഫേസ്ബുക്കും യൂട്യൂബും തന്നുകൊണ്ടേയിരിക്കും. ഫേക്ക് ന്യൂസുകളുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്തെന്നറിയാം. എന്തുകൊണ്ടാണ് ഫേക്ക് ന്യൂസുകൾ ഇത്രയധികം ഉണ്ടാകാനുള്ള കാര്യം? സോഷ്യൽ മീഡിയയിലെ അൽഗോരിതത്തിൻ്റെ ഏറ്റവും നന്നായിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ളത് ഫേക്ക് ന്യൂസാണ്. അല്ലെങ്കിൽ ഫേക്ക് ന്യൂസിനെ ഏറ്റവും അധികം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ളത് ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെ അൽഗോരിതമാണ്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്താണ്? നമുക്ക് നമ്മളെ പോസ്റ്റിന് കിട്ടുന്ന ലൈക്കും നമ്മളെ പോസ്റ്റിന് കിട്ടുന്ന കമൻറ്റും ഒക്കെ അല്ലേ, ഷെയറുമാണ്. അപ്പം നിങ്ങൾക്ക് ഏത് പോസ്റ്റിനാണ് ഏറ്റവും അധികം കമൻറ്റും ഏറ്റവും അധികം ലൈക്കും ഒക്കെ കിട്ടുക? ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് റിയാക്ട് ചെയ്യാൻ തോന്നുന്ന പോസ്റ്റുകൾക്കായിരുന്നല്ലോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ലൈക്ക് കിട്ടാനും റിയാക്റ്റും ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും? അതിലൊരു സൂത്രവാക്യമാണ് ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുക. ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞ് ഉണ്ടാക്കുക. നാളെ ഭൂമിയിൽ ഉൽക്ക വീണ് ഭൂമി നശിക്കും അല്ലേ, ഇല്ലെങ്കിൽ മറ്റേ ഫലത്തിൻ്റെ നീര് കുടിച്ചാൽ ക്യാൻസർ മാറും അല്ലേ, നെതന്യാഹു മരിച്ചു, അല്ലെങ്കിൽ ട്രംപിന് ഭ്രാന്തായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ആവാലോ, നമ്മൾ കുറച്ചും കൂടി വിശ്വസിക്കും, കുറച്ചും കൂടി ചാൻസ് ഉണ്ട് അതിന്. പക്ഷെ എന്നാലും ഇത്തരത്തിൽ ഫേക്ക് ന്യൂസ്, അതായത് ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന കള്ള വാർത്തകൾ ഉണ്ടാക്കിയാൽ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് കൂടുതൽ ലൈക്കും ഷെയറും കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് ഡോപ്പമിൻ കൂടുതലുണ്ടാക്കും. അപ്പം ഫേസ്ബുക്കും യൂട്യൂബും
അതിൻ്റെ അൽഗോരിതത്തിൻ്റെ ഈ സ്വഭാവം കാരണം കൂടുതൽ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കും. രണ്ടാമത്തെ തലം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ മനഃപൂർവ്വം പൊളിറ്റിക്കൽ പാർട്ടീസ്, ഞാൻ ആ പാർട്ടിയുടെ പേര് പറയുന്നില്ല, ആ പാർട്ടി ഡൽഹിയിൽ ഇരുന്നു കൊണ്ടും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ടും ഇത്തരം ഫേക്ക് ന്യൂസുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്കറിയാം ഒരു ഫേക്ക് ന്യൂസാണെന്ന് പൊളിച്ചെടുക്കിയാൽ ഒരു 10,000 പോക്കറ്റ് ഇരിക്കുകയാണ്. എൻ്റെ അർത്ഥം ഇങ്ങനെ വരും. ഒരു റിസർച്ചർ റൊസാന മച്ചാഡോ എന്ന് പറഞ്ഞാൽ അവർ ബ്രസീലിനെ പറ്റി റിസർച്ച് ചെയ്യാണ്. അവരും ഇതേ കാര്യമാണ് പറയുന്നത്. കാരണം ആ ഒരു ഫേക്ക് ന്യൂസ് എല്ലാം പൊളിച്ചടുക്കി പറഞ്ഞാലും ആൾക്കാർ അത് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അവരുടെ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് വളരാൻ പറ്റുന്ന ഒരുപാട് സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്. ആ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറാതെ നമുക്ക് ഈ ഫേക്ക് ന്യൂസ് ഇല്ലാതാക്കാൻ പറ്റില്ല എന്നതാണ്. അതിനെ ആ ഒരു വെറും അതിനെ കൗണ്ടർ ചെയ്യുന്നതുകൊണ്ട് മാത്രം അത് തീരില്ല. അതിന് ചുറ്റുമുള്ള ഒരു സാമൂഹ്യ സാഹചര്യങ്ങളെ കൂടെ അഡ്രസ്സ് ചെയ്യണം എന്നാണ് ഒരു റിസർച്ചർ എന്നുള്ള നിലയിൽ അവരുടെ ഒരു നിലപാട്. അത് അപ്പം നിങ്ങളൊരു കൂട്ടുകാരൻ വന്ന് പറയുകയാണ്, ആ ബിജു മോഹനെ അവന് മറ്റേ സുഡാപ്പികളിൽ നിന്നൊക്കെ കാശ് വാങ്ങിച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. സുഡാപ്പി എന്ന് വെച്ചാൽ അറിയാലോ, അല്ലെങ്കിൽ കമ്മികളിൽ നിന്ന് കാശൊക്കെ മേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞ് അവനൊരു പോസ്റ്റ് ഇട്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ അത് തെറ്റാണെന്ന് എന്നെ അറിയാവുന്ന താങ്കൾ പ്രതികരിക്കുകയാണ്, തെളിവ് സഹിതം കാണിക്കുന്ന അങ്ങനെ ഒരു കേസില്ല എന്ന്. ഇത് കേൾക്കുന്ന ആ ഗ്രൂപ്പിലുള്ള ഒരു 100 പേര് ഇത് അയാളുടെ ഫേക്ക് ന്യൂസും വായിച്ചു, താങ്കളുടെ അതിനെ എതിർത്തുകൊണ്ട് ഫാക്ച്വലായിട്ട് പറഞ്ഞൊരു കാര്യവും വായിച്ചു വിചാരിച്ചോ. ആ ഫാക്റ്റ് തെറ്റായിരിക്കാം, പക്ഷേ ഒരു ചെറിയ കള്ളത്തരം ഉണ്ടായിരിക്കില്ലേ, എന്തോ എവിടെയോ ഒരു ചെറിയ അല്ലേ. ഇപ്പോൾ സലീം കുമാർ ഏതോ സിനിമയിൽ പറഞ്ഞല്ലോ, ഒറ്റയാൾപ്പെട്ട ഇനി ബിരിയാണി എങ്ങാനും കിട്ടിയാലോ എന്ന് പറയൂലേ, അതുപോലെ ഇനി എന്തെങ്കിലും ഉണ്ടാലോ എന്നുള്ളൊരു ചെറിയ സംശയത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ ഫേക്ക് ന്യൂസിന് സാധിക്കും. ഇത്തരം വിത്തുകൾ പല വിത്തുകൾ ചേർന്ന് അതൊരു ഒരിക്കലും പറിച്ചു മാറ്റാൻ പറ്റാത്തൊരു വൃക്ഷമായിട്ട് അത് തലച്ചോടി നിൽക്കും. നമ്മുടെ ഇന്ത്യയിലാകെ ഇത് ഫാക്ട് ചെക്ക് നടത്തുന്നത് ആൾട്ട് ന്യൂസ്, ഇപ്പോൾ സുബൈറിൻ്റെയൊക്കെ ടീമാണ്. കേരളത്തിൽ അതുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഈ മീഡിയയ്ക്ക് തന്നെ, മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് തന്നെ ഫാക്ട് ചെക്ക് കാര്യമായി ചെയ്യാൻ സാധിക്കാത്തത്? ബിജു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് നമ്മളുടെ യങ് പോപ്പുലേഷൻ, യൂത്ത് എത്രത്തോളം ഈ ഫേസ്ബുക്കും യൂട്യൂബും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ ഒരു അവെയർനെസ്, നമ്മളൊരു കമ്പാരിറ്റീവ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ ഏജസ് ബിറ്റ്വീൻ 15 to 20 or something like that. അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? വ്യൂവേഴ്സ് എന്താണ്, എന്ത് തരത്തിലെ യൂട്യൂബ് മാറ്ററാണ്, കണ്ടൻറ്റാണ് അവർക്ക് കാണാൻ ഇഷ്ടമുള്ളത്? പലപ്പോഴും നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ ഒരു പ്രഭാഷണം ബിജു റെക്കോർഡ് ചെയ്ത് ഇടുന്നു. അതിലെത്രത്തോളം താല്പര്യം നമ്മുടെ കുട്ടികൾ കാണിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ കേരളത്തിൽ, നമ്മൾ ദൂരെ പോകണ്ട, കേരളത്തിൽ നമ്മൾ എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ കുട്ടികളാണല്ലോ കൂടുതലും മൊബൈൽ കാണുന്നത്. അപ്പോൾ കുട്ടികളെ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാസ്റ്റ് പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് ഞാൻ ഉത്തരം പറയാം. മോനെ, ഈ ഉത്തരം പറയാൻ ഞാൻ ഒട്ടും അർഹതനല്ല. ഞാനൊരു അഡിക്റ്റഡാണ്. എനിക്ക് അഡിക്ഷൻ ഉണ്ട്. ഏറ്റവും അധികം അഡിക്ഷൻ ഉള്ളത് മക്കൾക്ക് മാത്രമല്ല, നമ്മളെപ്പോലുള്ള എല്ലാ മുതിർന്ന ആൾക്കാർക്കും ഈ അഡിക്ഷൻ ഉണ്ട്. പക്ഷേ മോൻ ചോദിച്ചത് വലിയ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതിന് മോൻ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു ദിവസം 1 മണിക്കൂർ മാത്രമേ ഞാൻ ഉപയോഗിക്കൂ എന്നങ്ങ് തീരുമാനിച്ചാൽ മതി. മൊബൈൽ ഫോൺ അഡിക്ഷൻ ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. പി ദീപകിൻ്റെ ബുക്ക് നിങ്ങൾ വായിച്ചാൽ വളരെ രസകരമായിട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ട്രെയിൻ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു 15 വർഷം മുമ്പ് അദ്ദേഹം നടത്തിയ ട്രെയിൻ യാത്രയിൽ ഒരു ദൂരയാത്രയാണ്. അപ്പോൾ എന്താ മാർഗം? തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും മാർഗമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതേ ട്രെയിനിൽ അതേ ബോഗിയിൽ അദ്ദേഹം 15 വർഷം കഴിഞ്ഞ് സഞ്ചരിച്ചപ്പോൾ സംഭവിച്ചത് ഓരോ ആൾക്കാരും ഓരോ മൂലയിൽ നിന്ന് അവരുടെ മൊബൈലിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു. മൊബൈൽ കാണുന്നത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പലതരത്തിലുള്ള യൂസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം ചെയ്യുന്നത് നിങ്ങളെ ഒരു എക്കോ ചേമ്പറിൽ ചെന്ന് പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മാത്രം ഒരു എക്കോ ചേമ്പറിൽ കൊണ്ടിരുത്തുകയാണ്. അവിടെ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവില്ല എന്നത് മാത്രമാണ്. വളരെ സിമ്പിളായ ഒരു കാര്യം പി ദീപക് അതിനകത്ത് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷം നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം എന്താണ്?
എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? നിങ്ങൾ അടിച്ച ലൈക്കുകളാണോ? നിങ്ങൾ സ്ക്രോൾ ചെയ്ത വീഡിയോകളായിരിക്കുമോ? നിങ്ങൾ വായിച്ച പോസ്റ്റുകളായിരിക്കുമോ? 1-2 പോസ്റ്റുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളെ കൂട്ടുകാരോടോ നിങ്ങൾ പ്രിയപ്പെട്ടവരോടൊപ്പം യാത്രയായിരിക്കാം, ഒരു സംഭാഷണമായിരിക്കാം, അല്ലേ? ഓഫ്ലൈനായി നിങ്ങളുടെ ലൈഫിൽ ചെയ്ത അനുഭവമായിരിക്കും നിങ്ങളെ ഏറ്റവും മനോഹരമായ. ആ മനോഹരമായ അനുഭവങ്ങളെ നിങ്ങൾ എന്തിനു വെറുതെ ഈ മൊബൈൽ ഫോണിന് വേണ്ടി കളയണമെന്നാണ് ചോദ്യം. ആ ചോദ്യം ഞാൻ എന്നോട് കൂടിയാണ് ചോദിക്കുന്നത്. ഞാൻ ഒട്ടും മാന്യനല്ല, ഞാനും മൊബൈൽ ഫോണിൻ്റെ ഒരു അഡിക്റ്റ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അദ്ദേഹം ചോദിച്ച് ഫേസ്ബുക്കിന് ഭാവിയുണ്ടോ, ഇൻസ്റ്റാഗ്രാമിനല്ലേ ഭാവി എന്ന് ചോദിച്ചാൽ ശരിയാണ്. ഫേസ്ബുക്കിന് വ്യൂവർഷിപ്പ് പുതിയ ജനറേഷനിൽ കുറവാണ് എന്ന് പറയുന്നുണ്ട്. ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര മിനിറ്റാണ് മാക്സിമം ഡ്യൂറേഷൻ? 10 മിനിറ്റിൽ കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനേ പറ്റില്ല ഇൻസ്റ്റാഗ്രാമിൽ. എത്ര നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിൽ? വളരെ കുറച്ച് എഴുതാൻ പറ്റും, അല്ലേ? ഫേസ്ബുക്കിൻ്റെ എന്തൊക്കെ ഡ്രോബാക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ വിസ്തരിച്ച് എഴുതാൻ പറ്റും. പുതിയ തലമുറയ്ക്ക് വായിക്കാനുള്ള ഇതില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ആക്ച്വലി അവർ അങ്ങനെ ആക്കി എടുത്തതാണ് എന്നെ, ഇത്തരം പ്ലാറ്റ്ഫോമുകളും എല്ലാം ചേർന്ന്. അല്ലാതെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ തലച്ചോറിൽ ഇങ്ങനെ കുറച്ച് മാത്രമേ വായിക്കൂ, ചെറിയ വീഡിയോ മാത്രമേ കാണൂ എന്നുള്ള വയറിംഗ് ഒന്നും ഇല്ല. സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിട്ട് എത്ര നാളായി? കുറച്ച് നാളായിട്ടേ ആയിട്ടുള്ളൂ, 2 ദശകമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിൻ്റെ അൽഗോരിതം പതുക്കെ ഈ ടൈറ്റ് ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനിന്നിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ 1/2 മണിക്കൂറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വ്യൂസ് കുറവാണ്. യൂട്യൂബ് എന്നോട് പറയുന്നത് ഷോർട്സ് ആഡ് ചെയ്യൂ, ഷോർട്സ് ചെയ്യൂ എന്നാണ്. ഞാൻ ഫേസ്ബുക്കിലൊരു വീഡിയോ 3 മിനിറ്റ് മുതൽ 5 മിനിറ്റുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാനൊരു 15 മിനിറ്റ് വീഡിയോ ചെയ്ത് കളയും. പക്ഷേ ഫേസ്ബുക്ക് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, ഞാനൊരു 3 മിനിറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു 10 മിനിറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, അപ്ലോഡിങ് കഴിഞ്ഞ ഉടൻ തന്നെ പബ്ലിഷിങ്ങിന് മുമ്പ് ഒരു സ്റ്റേജ് ഉണ്ട്. നിങ്ങൾ സാധാരണ ഫേസ്ബുക്കിൽ പോലെ അപ്ലോഡ് ചെയ്യുന്നതല്ല ഞങ്ങൾ ചെയ്യുക. ഫേസ്ബുക്കിൻ്റെ ബിസിനസ് സ്യൂട്ട് ഉണ്ട്, അതിൽ പോയിട്ടാണ് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. എല്ലാവരും അത് ഉപയോഗിക്കാറില്ല, എല്ലാവരും ഡയറക്റ്റ് പ്രൊഫൈലിൽ പോയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ അല്ലാതെ നമുക്ക് ബിസിനസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പബ്ലിഷിന് മുമ്പ് ഫേസ്ബുക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ഭയങ്കര രസമാണ്. ഫേസ്ബുക്ക് ഈ ക്ലിപ്പിനെ 30 സെക്കൻഡിൻ്റെ കട്ട് ചെയ്ത് റെഡിയാക്കി വച്ചിട്ടുണ്ടാകും. എന്നിട്ട് പറയും കൂടുതൽ വ്യൂസ് ഉണ്ടാകുന്നത് ചെറിയ വീഡിയോയ്ക്കാണ്, നിങ്ങൾക്ക് ഈ വീഡിയോനെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അപ്ലോഡ് ചെയ്തു എന്ന് ചോദിക്കും ഫേസ്ബുക്ക്. അപ്പം അൽഗോരിതം ഈസ് ആസ്കിങ് യു ടു റെഡ്യൂസ് യുവർ ഡ്യൂറേഷൻ ഓഫ് കണ്ടൻറ്റ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കുട്ടികളെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, കുട്ടികളെ അങ്ങനെയാക്കി മാറ്റുന്നതിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് വലിയ പങ്കുണ്ട്. ഇൻസ്റ്റാഗ്രാമിനെ ഞാൻ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിനൊരു പോസിറ്റീവായിട്ടല്ല, ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ആവർത്തി നടക്കുന്ന സാധനം. റീലുകൾ ചെയ്യുക എന്നതും അതിനെ യൂട്ടിലൈസ് ചെയ്തുകൂടെ ചെയ്യാം. പക്ഷേ ആത്യന്തികമായിട്ട് എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിന് സമയം വേണ്ടേ? അപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റായ ഒരു പൊളിറ്റിക്കൽ മാറ്റർ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് പറയാമെന്ന് വെച്ചാൽ എന്ത് പറയും? ഈ ഗ്ലോവ്സ് എന്താവാതെന്നേ പറയാൻ പറ്റൂ, വേറൊന്നും പറയാൻ പറ്റില്ല. അത് പറയാനല്ലല്ലോ ഞാൻ ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ടൈം വേണ്ടി വരും. അതിന് ഫേസ്ബുക്ക് ഇപ്പം സമയം തരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം സമയം തരുന്നില്ല. ഞാൻ ഒരേ സമയം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒരുമിച്ചാണ് അപ്ലോഡ് ആവുന്നത്. പക്ഷേ 10 മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് എല്ലാം ഫേസ്ബുക്കിൽ മാത്രമേ വരുന്നുള്ളൂ, ഇൻസ്റ്റയിൽ അത് വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. എന്നെ സംബന്ധിച്ചോളം അതൊരു മോശം ഒരു സാഹചര്യമേ ഉണ്ടാക്കൂ. മേ ബി അതിനെ നന്നായി യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാർ വരട്ടെ എന്നാണ് ആഗ്രഹം. വിധിക്കാൻ നമുക്കൊന്നും പറ്റില്ല. പിന്നെ സാർ ചോദിച്ച ചോദ്യം ഫാക്ട് ചെക്ക് എന്ന് ചെയ്തുകൂടെ എന്ന് സാർ ചോദിച്ചു മലയാളത്തിൽ. ഇപ്പോൾ ഷാഹിന അങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഷാഹിന അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞത്. അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അതിന് ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടി വരുമെന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി ആക്ച്വലി ഗ്രൂപ്പുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം ഒന്ന്, ഇത് കളക്ട് ചെയ്യണം. എന്തൊക്കെ ഫേക്ക് ന്യൂസുകളാണ് പ്രചരിക്കപ്പെടുന്നത് വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബ്, അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം വേണം. അങ്ങനെ കളക്ട് ചെയ്ത വീഡിയോസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ഫാക്റ്റുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടീം വേണം. അത് അപ്ലോഡ് ചെയ്യാൻ, അത് ഈ അൽഗോരിതത്തിന് പറ്റുന്ന രീതിയിൽ ഫ്രെയിം ചെയ്ത് അവതരിപ്പിക്കാൻ ഒരു
സിസ്റ്റം വേണം. അപ്പോൾ അതിനു വേണ്ടി സിസ്റ്റങ്ങൾ ഉണ്ടായി വരണം. അത് ഫാക്ട് ചെക്ക് ചെയ്യാൻ ഫേസ്ബുക്കിൻ്റെ അകത്തും യൂട്യൂബിൻ്റെ അകത്തും ഒക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ വളരെ പേരിന് വേണ്ടി മാത്രമാണ്. പിന്നെ 2ാം തവണ ട്രംപ് വന്ന ശേഷം ഫേസ്ബുക്ക് ഇത്തരത്തിലുള്ള ഫാക്ട് ചെക്കേഴ്സിനെയൊക്കെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. അവരുടെ കോൺട്രാക്റ്റുകൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അത് വേറെ കാര്യം. പക്ഷേ ഇത്തരത്തിലുള്ള സാറ് പറഞ്ഞതുപോലെ ഫാക്ട് ചെക്ക് കൃത്യമായി ചെയ്യുകയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നിരന്തരം വരേണ്ടതും അത്യാവശ്യമാണ് തന്നെയാണ്. പക്ഷേ വേറൊരു സൈഡിൽ നടക്കുന്നത് മഴവെള്ളപ്പാച്ചിലാണ്. ഫേക്ക് ന്യൂസുകൾ 10,000 ഫേക്ക് ന്യൂസ് വരുമ്പോൾ എത്ര സമയം പിടിക്കും ഈ ഓരോണെണ്ണത്തിനും കുത്തിയിരുന്ന് ഉത്തരം പറയാൻ. അപ്പോൾ അതിന് 1, 2, 3 ആൾക്കാർ പോരാ, 1, 2 ടീം മാത്രം പോരാ. മറിച്ച് ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ ഓരോ താലൂക്കുകളിലും ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ആവശ്യമുണ്ട്. ഇൻ്റർനെറ്റ് റിസർച്ചിലോട്ട് വരുമ്പം നമുക്ക് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സും കൂടെ വച്ച് അത് ചെയ്താലേ കുറച്ചുകൂടെ നന്നായിട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഈ കമ്പനീസ് ഒന്നും ഒട്ടും ഡാറ്റ തരുന്നില്ല. അത് ഭയങ്കര ഒരു പ്രോബ്ലമാണ്. ഇപ്പം ഞാൻ തന്നെ വാട്സാപ്പിനെ പറ്റി റിസർച്ച് ചെയ്തിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ ഞാൻ വാട്സാപ്പിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരെ അപ്രോച്ച് ചെയ്തു. എവിടെയാണ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടൻറ് മോഡറേഷൻ ഇതിനെ പറ്റിയൊന്നും ഒരു അവർ സംസാരിച്ചു, പക്ഷെ അവർ റിപ്ലൈ തരുന്നില്ല. ഇപ്പം നമ്മൾ മലയാളത്തിൻ്റെ കാര്യത്തിൽ എടുത്താൽ തന്നെ അത് കുറച്ചുകൂടെ പ്രോബ്ലമാറ്റിക് ആണ്. കാരണം അവർ പിന്നെയും കൺട്രി വൈഡ് ഡാറ്റ അവർ പിന്നെയും പലതിൻ്റെയും തരുന്നുണ്ട്. അതേസമയം ഒരു ഭാഷ ഇപ്പം നമ്മുടെ കണ്ടൻറ് മോഡറേഷൻ എവിടെയാണ് നടക്കുന്നത്? കേരളത്തിലാണോ സിംഗപ്പൂരിലാണോ എങ്ങനെയാണ്? ഇതെല്ലാം ഒപ്പേക്ക് സിസ്റ്റംസ് ആണ്. അപ്പോൾ അത് റിസർച്ച് ചെയ്യാൻ കുറച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞങ്ങളെപ്പോലുള്ള റിസർച്ചേഴ്സിന് ബിജുവിനെ പോലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് പറയുന്ന അനുഭവം ആണ് നമ്മൾ എഴുതുന്നത്. അല്ലാതെ അൽഗോരിതം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വളരെ ഒപ്പേക്ക് സിസ്റ്റംസ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ അൽഗോരിതമിക് ട്രാൻസ്പെറൻസി വേണം എന്ന് പറയാറുണ്ട്. പിന്നെ ഇവരുടെ ഈ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് മോഡൽ ഇതാണ്. ആകെ 78,000 പേരാണ് അവിടെ ജോലി ചെയ്യുന്നത്, എല്ലാ പ്ലാറ്റ്ഫോമിനും കൂടെ, ബില്യൺസ് ഓഫ് യൂസേഴ്സ്. അതുപോലെ കണ്ടൻറ് മോഡറേഷൻ മിക്കവാറും ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ഇല്ല, അവർ പുറത്തു വിടാറില്ല. പിന്നെ ഈ കണ്ടൻറ് മോഡറേറ്റേഴ്സ് തന്നെ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സാധനം കണ്ട് PTSD പോലുള്ള ഭയങ്കര സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാക്കി അവർ കമ്പനിക്കെതിരെ കേസിന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനീസ് ഫങ്ഷൻ ചെയ്യുന്ന വളരെ ഒരു ഒപ്പേക്ക് ഇതാണ്. അപ്പോൾ ഇത് പോയി റിസർച്ച് ചെയ്യാനും അത്ര എളുപ്പമല്ല. അപ്പോൾ കാരണം സത്യം പറഞ്ഞാൽ ഇവർ ഇതിൻ്റെയൊക്കെ API ആക്സസ് തരുകയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ എല്ലാം വിവരമുണ്ട്. പക്ഷേ റിസർച്ചേഴ്സിന് എത്രത്തോളം യൂട്യൂബിൻ്റെ സ്റ്റിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് API ആക്സസ് ഉണ്ട്. അത് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് ഉള്ളവരുമായിട്ട് കൂടെ ചേർന്ന് നമ്മൾ ചെയ്യണം. അപ്പോൾ അതുപോലെ ഒരുപാട് ഈ റിസർച്ച് ചെയ്യാൻ ഒരുപാട് റിസോഴ്സസും ആവശ്യമാണ്. അപ്പോൾ ഒരു ലെസ് റിസോഴ്സ് ഉള്ള ഒരു ലാംഗ്വേജ്, ലെസ് റിസോഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഇപ്പം നമ്മൾ ഗവേഷണം നോക്കുകയാണെങ്കിൽ എല്ലാം യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസിലാണ് നടക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, അവരുടെ റിസർച്ച് ചെയ്യാനുള്ള പൈസയുണ്ട് അവർക്ക് അതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടുതൽ അസമത്വങ്ങളാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം നമ്മളും നമുക്ക് പറ്റുന്ന രീതിയിൽ ഇത് റിസർച്ച് ചെയ്യണം. കുറച്ചുകൂടെ ഇതിനെപ്പറ്റി കൂടുതൽ ഗവേഷണം ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട്. പക്ഷേ അതിന് കമ്പനീസിനെ കൊണ്ട് കുറച്ചുകൂടെ ഡാറ്റ കൊടുപ്പിക്കുന്ന രീതിയിൽ ലോകത്തിലുള്ള എല്ലാവരും പ്രഷറൈസ് ചെയ്ത് ലാംഗ്വേജ് വൈസ് ഡാറ്റയൊക്കെ നമുക്ക് അവൈലബിൾ ആക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവേണ്ടതുണ്ട്. ജനങ്ങളിൽ അഡിക്ഷൻ ഉണ്ടാകാൻ ഫേസ്ബുക്കും യൂട്യൂബും കാരണമാണെന്ന് ഒരു കോടതിയിൽ തെളിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ചൈനയിലും നടക്കുന്നുണ്ട്. സക്കർബർഗിനെ നാട് വിട്ടുപോകാതിരിക്കാൻ എന്തോ ഉത്തരവിട്ടെന്നോ ചൈനയിൽ നിന്ന്. ഫേസ്ബുക്കിൻ്റെയൊക്കെ ഭാവി ചോദിച്ചുകൊണ്ട് ഇതിൽ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞതും ഫേസ്ബുക്കിൽ നിന്നാണ്. ഇത്തരം സോഷ്യൽ മീഡിയ നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ച് ബോധ്യം സിവിൽ സൊസൈറ്റിക്ക് ഉണ്ടാവുകയും നിങ്ങളുടെ പൊളിറ്റീഷ്യന്മാരില്ലേ അവരുടെ പ്രയോറിറ്റികളിൽ ഒന്ന് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇടപെടാൻ പറ്റുമോ? അൽഗോരിതത്തിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ച് ചർച്ച ചെയ്യുക ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പ്രശ്നം വെച്ചാൽ ഈ വളരെ പെട്ടെന്ന് വന്ന ഈ ഒരു വിപ്ലവമായതുകൊണ്ട് നമ്മളെ പൊളിറ്റീഷ്യൻസ്മാർക്കൊന്നും അവർ പറയുന്നത് അംഗീകരിക്കാനല്ലാതെ അതിന് ചോദ്യം ചെയ്യാനുള്ള യാതൊരു അറിവുമില്ല. ഇത് ഇപ്പോൾ പരിഷത്ത് പോലുള്ള സംഘടനകൾ, പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ ഒരു അജണ്ടയാക്കിയിട്ട് ഇത് മാറ്റണം. സോഷ്യൽ മീഡിയയെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിനെതിരെ കേസുകൾ നിരന്തരം വരണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുക്കാതിരിക്കണം? ഒരു വ്യക്തിക്ക് പറ്റാതിരിക്കാം, പക്ഷേ സംഘടനകൾക്ക് പറ്റും. സംഘടനകൾ പ്ലാറ്റ്ഫോമിനെതിരെ കേസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്.
കാരണം ഇത്തരം വലിയ ജെയിൻസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അവർ അത്രയും മണി പവറൊക്കെ ഉണ്ടെങ്കിലും ഇത് ചോദ്യം ചെയ്യപ്പെടുകയും ഇതിനെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാക്കുകയും എന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. മറ്റ് ചില രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ആഡിക്ഷനെ കുറിച്ച് പറയാൻ നേരത്ത് അവിടെയൊക്കെ കൃത്യമായിട്ട് ചൈനയിലുള്ളതുപോലെ കൃത്യമായിട്ട് അവർക്ക് ചില നിയമങ്ങളൊക്കെ ഇന്നുണ്ട്. കുട്ടികൾ എത്ര നേരം അത് കാണണം, എത്ര നേരം അത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട്. അത് നമുക്ക് എത്രമാത്രം ഇവിടെ നടപ്പിലാക്കാൻ കഴിയും. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു ഗോഡ്മാനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അയാളുടെ ഭാര്യയെ കൊന്നതിനെക്കുറിച്ച് ഞാനിത് ഫേസ്ബുക്കിൽ നിരന്തരമായിട്ടത് ചോദ്യം ചോദിക്കുകയും അതിനെനിക്ക് കൃത്യമായിട്ട് കുറേ തെറിവിളികളൊക്കെ കിട്ടിയെങ്കിലും ഞാൻ അതിൻ്റെ തെളിവെടുത്തിട്ട് കൊടുത്തു. അതായത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു വാർത്ത ഇന്ന് ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അത് ഞാൻ തെളിവായിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മതിയായി, എന്നെ ബ്ലോക്ക് ചെയ്തില്ല. പക്ഷേ എന്നെ ബ്ലോക്ക് ചെയ്തത് ആകെ ട്രംപിനെ ഞാൻ തലയ്ക്ക് സുഖമില്ലാത്തവനെന്ന് വിളിച്ച്, മെഗലോമാനിയക്ക് എന്ന് വിളിച്ച്, ആ സമയത്ത് മാത്രമാണ് എന്നെ, അത് ട്രംപിൻ്റെ ഫസ്റ്റ് ടേമിൽ എന്നെ ബ്ലോക്ക് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞപ്പം നിരന്തരമായിട്ട് വെസ്റ്റേൺ മീഡിയയിലുള്ളവർ തന്നെ മെസ്സേജിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ട്രംപ് എന്ന വാക്ക് എഴുതാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും എഴുതിയാൽ മതി. അങ്ങനെ ഞാൻ ട്രംപി എന്നും പറഞ്ഞാണ് പിന്നീട് എഴുതാൻ തുടങ്ങിയതും. അപ്പോഴെല്ലാം പോയി ഇപ്പം വീണ്ടും എന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. എന്ത് വേണമെങ്കിലും എനിക്ക് എഴുതാം. അപ്പം ഇത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നത്? ഞാൻ അവിടെ കാണുന്ന ഫേസ്ബുക്കിന് വാട്സാപ്പിനെക്കാട്ടും അറിയാനും അറിയിക്കാനും പറ്റിയൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് ഇന്ന് അനുഭവപ്പെടുന്നത്. കാരണം പല കാര്യങ്ങൾ, ഇപ്പം ഗ്രീൻലാൻഡിനെ കുറിച്ച്, ഗ്രീൻലാൻഡിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഈ യുഎസിൻ്റെ ഇതിൽ ട്രംപ് ശ്രമിച്ചപ്പോൾ എങ്ങനെയാണ് ഓരോ രാജ്യങ്ങൾ കൃത്യമായിട്ട് യോജിപ്പിൽ വന്ന, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എങ്ങനെയാണ് അവരെ ചെറുത്തത്? ഇതൊന്നും നമ്മൾ മീഡിയയിൽ ഒരിടത്തും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പം തന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും അവരിപ്പം കൊച്ചുമക്കളെ നോക്കുന്നെങ്കിൽ അവർക്ക് അലവൻസ് ഉണ്ട്. ഇതെത്ര പേർക്ക് അറിയാം ഈ നാട്ടിൽ? ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയണം. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒത്തിരി ഗവേഷണങ്ങൾ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, സയൻസുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കുറവുകൾ കാരണം ആ രീതിയിലുള്ള വളരെ ഹൈ എൻഡ് സ്റ്റഡി നടത്താനുള്ള കുറവ് നമുക്ക് സയൻസ് മേഖലയിലുണ്ടെങ്കിലും കേരള സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി സ്റ്റഡി നമ്മുടെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒത്തിരി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഒരു ഘട്ടത്തിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒത്തിരി പ്രൊഫസർമാരെ പോയി ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവിനെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെ. അങ്ങനെ എൻ്റെ ചാനലിൽ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത ഒത്തിരി പ്രൊഫസർമാർ ഇപ്പോൾ കേരളത്തിലെ പൊതുമണ്ഡലങ്ങളിൽ വളരെ സ്വീകാര്യമായിട്ടുള്ള ബുദ്ധിജീവികളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ അത്തരത്തിലുള്ള പഠനങ്ങളെ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പൊതു ഇടത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടും പ്രവർത്തിക്കാൻ സാധിച്ചു എന്നൊരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് ഞാനിപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഒത്തിരി സുഹൃത്തുക്കളും ഹിസ്റ്റോറിയന്മാർ അത്തരത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ന് ചരിത്രത്തിൻ്റെ പുറത്താണല്ലോ വർഗീയ രാഷ്ട്രീയം ഇടപെടുന്നത്. അവർക്ക് പറയാനുള്ളത് സുവർണകാലത്തെക്കുറിച്ചാണ്, ഇന്ത്യയുടെ. അങ്ങനെ സുവർണകാലം ഇല്ലാത്ത ഒരു സുവർണകാലത്തെ കുറിച്ചാണ്. അപ്പോൾ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഒരു പ്രാധാന്യം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സർ, ലാസ്റ്റായിട്ട് സാർ പറഞ്ഞതിന്, അതായത് സാർ പറഞ്ഞ വളരെ ശരിയാണ്. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും വക്കം മൗലവിയും വൈകുണ്ഠസ്വാമികളും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരുമിച്ചിരിക്കാനും വഴിയെ നടക്കാനും പറ്റുന്നത്. പക്ഷേ അത് തിരിച്ചു പോകാതെയും നോക്കണം. കാരണം ആ ഒരു അത്രയും പോളറൈസേഷൻ തിരിച്ചു വരുന്ന ഒരു യുഗത്തിലോട്ടും നമ്മൾ പോകണം. അപ്പോൾ ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ, അവർ തുടങ്ങി വെച്ച ആ ഒരു നവോത്ഥാനം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു വർക്കും ആവശ്യമുണ്ട്. അത് ഡിജിറ്റൽ മേഖലയിലും ആവശ്യമാണെന്ന് തോന്നുന്നു. പിന്നെ അവസാനമായിട്ട് ഇപ്പോൾ നിങ്ങളോടല്ല, ഈ വീഡിയോ കാണാൻ പോകുന്ന ആളുകളോട്, പ്രത്യേകിച്ച് ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇനി അടുത്ത കാലത്ത് തന്നെ. ഇനി ഇലക്ഷൻ്റെ ഒരാഴ്ച മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ന്യൂസുകളുടെ പ്രളയമായിരിക്കും. 2 ദിവസം മുമ്പെങ്കിലും പ്രത്യേകം. കാരണം എന്ത് കള്ളത്തനവും അത് കള്ളത്തനമാണ് തെളിയിക്കാനുള്ള സമയം വേണ്ടി വരുമല്ലോ. ആ സമയം നൽകാതിരിക്കാൻ വേണ്ടി
പ്രശാന്ത് കിഷോർ വളരെ സമർത്ഥമായിട്ട് രീതിയിൽ പല സ്റ്റേറ്റുകളിലും ഈ തന്ത്രങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇലക്ഷന് തൊട്ട് മുമ്പ് ചെയ്യുന്ന ഫേക്ക് ന്യൂസുകളുടെ പ്രളയം, അത് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം. 2, ഫേസ്ബുക്കിലോ ഈ സോഷ്യൽ മീഡിയയോ വരുന്ന പോസ്റ്റുകളെ അതിന് മുഖവിലക്കെടുക്കാതിരിക്കുക ആദ്യം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ന്യൂസാണെങ്കിലും, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സുഖം തോന്നുന്ന ന്യൂസാണെങ്കിലും, നിങ്ങൾക്ക് സത്യമാണെന്ന് തോന്നാൻ സാധ്യതയുള്ള ന്യൂസാണെങ്കിൽ പോലും ആദ്യം അത് ശരിയായിരിക്കില്ല എന്നുള്ള ധാരണയോടെ നിങ്ങൾ അതിനെ പരിശോധിച്ച ശേഷം മാത്രമേ നിങ്ങളത് മുഖവിലേക്ക് എടുക്കാവൂ. ദയവായി ആദ്യമേ ഷെയർ ചെയ്യരുത്. ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നും ശരിയായിരിക്കും, നല്ല കാര്യമായിരിക്കും, ഒരു കുട്ടിയുടെ അവയവത്തിന് ദാനം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കും, പോസ്റ്റുകളായിരിക്കാം, നല്ല കാര്യമായിരിക്കാം. നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യുമ്പോൾ സംതൃപ്തി കിട്ടുമായിരിക്കും, നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്തതിനുള്ള തൃപ്തി കിട്ടുമായിരിക്കും. പക്ഷെ അത് ഫേക്കായിരിക്കാം. അനുകൂലമായിട്ടും ഇടതുപക്ഷ അനുകൂലമോ നവോത്ഥാന അനുകൂലമോ എതിർപ്പോ ആയിട്ടുള്ള എന്ത് പോസ്റ്റായാലും കിട്ടിയാൽ ഷെയർ ചെയ്യാതിരിക്കുക എന്നാണ് ആദ്യത്തെ രീതി. അതിനെ അന്വേഷിക്കുക, ശരിയാണെന്ന് തോന്നിയെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം അത് ഷെയർ ചെയ്യുക എന്നതാണ് നമുക്ക് ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ഓരോ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പൊളിറ്റിക്കൽ ആക്ട്.